ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മാംഗോ വെച്ചുകൊണ്ടൊരു പുഡിംഗ് റെസിപ്പിയാണ്. എളുപ്പത്തിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു പുഡിങ്ങാണിത്. മാംഗോ സീസൺ കഴിയുമ്പോഴേക്കും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ടിതാ ഞാൻ ഇവിടെ ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. നല്ല പോലെ പഴുത്ത് ഉടഞ്ഞ മാങ്ങ എടുക്കാതിരിക്കുക. നമുക്ക് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ല ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ പറ്റുന്ന മാങ്ങ തന്നെ എടുക്കുക. തൊലിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിതാ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. നല്ല പോലെ പഴുത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് ആണ്. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് ചൈന ഗ്രാസ് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് നിന്ന് വെക്കുക. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നല്ല പോലെ തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഞാൻ സാധാരണയായി ഇങ്ങനെയാണ് ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കൽ. നിങ്ങൾക്ക് ഇനി ഏത് രീതിയിൽ ചെയ്യാനാണോ താല്പര്യം അങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി ഈ മെൽറ്റായ ചൈന ഗ്രാസിലേക്ക് വെള്ളം നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മെൽറ്റായിട്ട് വരൂലേ, വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ഒന്ന് ചേർത്തെടുക്കാൻ നോക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം കേട്ടോ. ഇനി ഇതിലേക്ക് 250 മില്ലിയുടെ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാക്കറ്റ് പാലാണ് കേട്ടോ കൂടുതൽ നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ കൂടുതൽ തിളപ്പിക്കുന്നില്ല. ഇത് ഒഴിക്കൂലേ, ചൈന ഗ്രാസിൽ പാലൊഴിക്കുമ്പോൾ തിളപ്പിച്ചെടുക്കുന്നില്ല. ഒരു തിളക്കുന്ന ഫൈനൽ സ്റ്റേജിലെത്തുമ്പോഴേ ഞാൻ ഇറക്കിയൊക്കെയാണ്. പാക്കറ്റ് പാലായതുകൊണ്ട് തന്നെ തിളപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ദോഷമൊന്നും വരുത്തൂല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡുമാണ്. നിങ്ങൾക്കിനി മിൽക്ക് മെയ്ഡ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ പഞ്ചസാര മാത്രം ഇതിൽ മധുരത്തിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇതിൽ ടേസ്റ്റ് വരും, അത്ര മാത്രമേ ഉള്ളൂ. മിൽക്ക് മെയ്ഡ് ഇപ്പോൾ ഇങ്ങനെ ഒരു പാക്കിൽ വരുന്നതുകൊണ്ട് തന്നെ യൂസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വളരെ ഈസിയാണ്. അല്ലെങ്കിൽ ആ ഒരു ടിന്ന് ടൈപ്പിൽ വരുമ്പോൾ പിന്നെ മൂടി അതിൻ്റെ അടപ്പ് ചിലപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഭയങ്കര പാടല്ലേ. അപ്പോൾ ഈ ഒരു പാക്കിൽ വരുന്നതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുള്ളാണ്. മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇത് ഇറക്കി വെക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പാത്രം അതുപോലെ തന്നെ എടുക്കുക. എന്നിട്ടിതാ കട്ട് ചെയ്ത് വെച്ച മാംഗോ മുഴുവനായിട്ടും ആ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ പാൽ ചൈന ഗ്രാസ് മിക്സ് ഇതിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ 5 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുക. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വെക്കുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ പറഞ്ഞ ഒരു ടൈം ആയിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പുഡിങ്ങും സെറ്റായി കിട്ടൂല. അപ്പോൾ നല്ല പോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയല്ലേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.